അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ എക്സാം തുടങ്ങാനായില്ലേ. ലിസാനിൽ നമുക്ക് ഫോർത്ത് ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലിസാനിൽ 4 പാഠമാണ് നമുക്ക് എക്സാമിനായിട്ട് ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. തീർച്ചയായിട്ടും ഓരോന്നിൻ്റെയും മഴന് അതിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ നോക്കി. അദ്ദർസു റാബിഅ ഫിക്റത്തു റായിഅത്തുൻ, എന്താണ് മനോഹരമായിട്ടുള്ള ചിന്ത. ഫിക്റത്തുൻ റായിഅത്തുൻ, മനോഹരമായിട്ടുള്ള ഒരു ചിന്ത. എന്താണ് ഈ പാഠത്തിൽ പറയുന്നത്? സാലിമുൻ വഷാക്കിറുൻ അഖ്വാനി. സാലിമുൻ സാലിമ്, വഷാക്കിറുൻ ഷാക്കിർ, അഖ്വാനി സഹോദരന്മാരാണ്. ഹുമ അവർ രണ്ടുപേരും യത്ഹാദസാനി. എന്താ യത്ഹാദസാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പോൾ ഒരു കോൺവെർസേഷനാണ് കേട്ടോ, അവർ തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഷാക്കിർ പറയാണ്, മാസ നഫ്അലുൽ യൗമ. മാസ, മാ എന്ന് പറഞ്ഞാലും മാസ എന്ന് പറഞ്ഞാലും എന്താണ്. നഫ്അലു, ഫാല ചെയ്തു അല്ലേ, ഫാല ചെയ്തു എന്ന് പറയും. അതുപോലെ ഫാല നെഫാലു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുക എന്നൊക്കെ പറയും കേട്ടോ. മാതാ നെഫാലു, എന്താണ് നമ്മൾ ചെയ്യുന്നത്, യൗമ ഇന്ന്. അപ്പോൾ ഷാക്കിർ എന്താ റിപ്ലൈ പറയുന്നത്, സാലിം എന്താ റിപ്ലൈ പറയുന്നത്? നെൽഅബു, നമുക്ക് കളിക്കാം. ബിഖുറത്തിൽ ഖദമി, ബിഖുറത്തിൽ പന്ത് കൊണ്ട്, ഖദമി എന്ന് പറഞ്ഞാൽ കാൽപന്ത് എന്നാണ് പറയുക കേട്ടോ. ബിഖുറത്തിൽ ഖദമി എന്ന് പറഞ്ഞാൽ കാൽപന്ത് കൊണ്ട് നെൽഅബു, നമുക്ക് കളിക്കാം. മാ റഅയുക, മാ എന്താണ്, റഅയുക എന്ന് പറഞ്ഞാൽ നിന്റെ അഭിപ്രായം എന്താണ്. മാ റഅയുക, നിന്റെ അഭിപ്രായം എന്താണ്. അപ്പോൾ ഇവർ എന്താണ് നമ്മൾ ഇന്ന് കളിക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു സംസാരമാണ് കേട്ടോ സാലിമും അതുപോലെ ഷാക്കിറും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാക്കിർ പറയാണ്, നഅം ലാക്കിൻ ഐനൽ ഖുറത്തു. നഅം അതെ, ലാക്കിൻ പക്ഷേ, ഐനൽ ഖുറത്തു, ഐന എന്ന് പറഞ്ഞാൽ എന്താ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ ഐനൽ ഖുറത്തു, പക്ഷെ പന്ത് എവിടെ. അപ്പോൾ ഷാക്കിർ സാലിം പറയാണ്, ലാ അതിരി, ലാ അറിയൂല, അതിരി ലാ അതിരി എനിക്കറിയൂല, മാസ സനഫ്അലു, മാസ എന്താണ്, സനഫ്അലു നമ്മൾ ഇനി എന്ത് ചെയ്യും, മാസ സനഫ്അലു ഇനി നമ്മൾ എന്താ ചെയ്യുക. അപ്പോൾ ഷാക്കിർ പറയാ, ഹൽ തുഹിബ്ബു ലുഅബതൻ അലൽ ഇന്റർനെറ്റ്. അൽ തുഹിബ്ബു നിനക്കിഷ്ടാണോ, ലുഅബതൻ കളിക്കാൻ, അലൽ ഇന്റർനെറ്റ് അതായത് ഫോണിൽ ഗെയിമൊക്കെ കളിക്കാൻ, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ എന്നാണ് കേട്ടോ. അൽ തുഹിബ്ബു പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാണോ. എന്താണ് സാലിം പറയാ, ലാ ഇല്ല, ലാ ഉഹിബ്ബുഹ സാലിം, ഇല്ല സാലിമേ അതെനിക്കിഷ്ടമല്ല. ലാ ഉഹിബ്ബുഹ സാലിം, ഇല്ല, ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് നോ, ഇഷ്ടമില്ല, ഇല്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ലാ ഉഹിബ്ബുഹ സാലിം, ഇല്ല എനിക്കിഷ്ടമില്ല. അപ്പം എന്താണ് പിന്നെ ഷാക്കിർ പറയുന്നത്, ഹൽ തുഹിബ്ബു നിനക്കിഷ്ടാണോ, ഇത്വാമ തുയൂരി, ഇത്വാം പറഞ്ഞ ഭക്ഷണം, ഭക്ഷിപ്പിക്കുക, തുയൂർ പക്ഷികൾ, ബേഡ്സ് കേട്ടോ. അപ്പോൾ അൽ തുഹിബ്ബു നിനക്ക് ഇഷ്ടമാണോ, ഇത്വാമ അതായത് ഭക്ഷിപ്പിക്കാൻ, തുയൂരി പക്ഷികളെ. അപ്പോൾ സാലിം റിപ്ലൈ കൊടുക്കുകയാണ്, ഞാൻ അതെ അതെ, ഹാദിഹി ഫിക്റത്തുൻ റാഇഅത്തുൻ, ഹാദിഹി ഫിക്റത്തുൻ റാഇഅത്തുൻ ഇതേതായാലും നല്ലൊരു ആശയമാണ്, നല്ലൊരു ഒപ്പീനിയനാണ്. കൈഫ നുത്ഇമു നമ്മൾ എങ്ങനെ ഭക്ഷണം നൽകുക, കൈഫ എങ്ങനെ, നുത്ഇമു ഭക്ഷണം നൽകുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഷാക്കിർ പറയുന്നത്. അപ്പോൾ ഷാക്കിർ പറയാ, നൻഷുറു റുസ്സ അലൽ അർളി ഫതഅതി തുയൂരു. എന്താണ് ഷാക്കിർ പറയാ, നൻഷുറു റുസ്സ, നൻഷുറു നമുക്ക് എന്ത് ചെയ്യാം, വിതറാം, റുസ്സ ധാന്യങ്ങൾ, അലൽ അറുളി, അറുള് എന്ന് പറഞ്ഞാൽ ഭൂമി കേട്ടോ, മണ്ണിനാണ്, ഭൂമിക്കാണ് അറുള് എന്ന് പറയാം. അപ്പം എന്താണ്, നൻഷുറു നമുക്ക് വിതറാം, റുസ്സ ധാന്യങ്ങൾ, അലൽ അറുളി ഭൂമിയുടെ മുകളിൽ. ഫതഅതി തുയൂർ, അപ്പം എന്ത് ചെയ്യും, ഫതഅതി പക്ഷികൾ, അപ്പോൾ പക്ഷികൾ വരും, തുയൂർ പക്ഷികളാണ് കേട്ടോ, ഫതഅതി തുയൂർ അപ്പോൾ പക്ഷികൾ വരും. അപ്പോൾ സാലിം പറയാ, മൻ യഅതി ബിറുസി, മൻ ആര്, യഅതി കൊണ്ടുവരും, ബിറുസി ധാന്യങ്ങൾ, മൻ യഅതി ബിറുസി മൻ ആര്, യഅതി കൊണ്ടുവരും, ബിറുസ് റുസ് എന്ന് പറഞ്ഞ ധാന്യങ്ങൾ.
അപ്പൊ ഷാക്കിർ പറയാ ഹയ്യാ നഅ്തി ബിഹി മഅൻ വനുത്ഇമുഹ, ഹയ്യാ നഅ്തി ബിഹി, ഹയ്യാ നമുക്ക്, നഅ്തി കൊണ്ടുവരാം, ബിഹി മഅൻ ഒരുമിച്ച്, കൂടെ എന്നൊക്കെ പറയാം കേട്ടോ. ഹയ്യാ നഅ്തി ബിഹി മഅൻ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം, വനുത്ഇമുഹ എന്നിട്ട് എന്ത് ചെയ്യാ, അവരെ ഭക്ഷിപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ എന്താണ് ഷാക്കിർ പറഞ്ഞത്? ഹയ്യാ നഅ്തി ബിഹി മഅൻ വനുത്ഇമുഹ, ഹയ്യാ നഅ്തി ബിഹി നമുക്ക് കൊണ്ടുവരാം, ബിഹി മഅൻ ഒരുമിച്ച്, വനുത്ഇമുഹ എന്നിട്ട് അവരെ ഭക്ഷിപ്പിക്കാം. ഇനി നെക്സ്റ്റ് നോക്കി, നഖ്റഉ നമുക്ക് വായിക്കാം. എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പിന്നെന്താണ് മാസ, നഅം, ഐന, കൈഫ, മൻ എന്നുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത് അവിടെ ടെൻഷൻ ആവരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള മാനാണ് ഇവിടെ കൊടുത്തത്. മാസ എന്ന് ചോദിച്ചാലും മാ എന്ന് ചോദിച്ചാലും എന്ത് എന്താണെന്നൊക്കെയാണ് മാന വരുന്നത് കേട്ടോ. അപ്പോൾ നഅം എന്ന് പറഞ്ഞാൽ അതെ, ഐന എവിടെ, ഐനൽ ഹക്കീബത്തു ബാഗ് എവിടെയാണ്, ഐനൽ കിതാബു കിതാബ് എവിടെയാണ്, ഐനൽ കലമു പേന എവിടെയാണ്. അപ്പോൾ ഐന എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എവിടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. പിന്നെ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ലാ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയാ. ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, കൈഫ എങ്ങനെ, മൻ ആര്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, നസ്അലു വനുജീബു ജവാബൻ ആഖറ കമാ ഫീ മിസാൽ. നസ്അലു നമുക്ക് ചോദിക്കാം, വനുജീബു ജവാബൻ എന്നിട്ട് ആൻസർ പറയാം, ആഖറ കമാ ഫീ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ. ഇവിടെ എന്താ ചോദിക്കുന്നത്? മാ ഇസ്മുക, മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്മുക നിൻ്റെ പേര്, ഇസ്മു എന്ന് പറഞ്ഞാൽ പേര്, ഇസ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്, ഇസ്മുഖ എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര്. എന്താണ്? ഇസ്മുൻ പറഞ്ഞാൽ പേരാണ്, ഇസ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരാണ്, ഇസ്മുഖ ലാസ്റ്റ് ഒരു ക കീ എന്നൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിൻ്റെ എന്നുള്ളതാണ് കേട്ടോ അർത്ഥം വരിക. അപ്പോൾ മാ ഇസ്മുഖ നിൻ്റെ പേരെന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. അപ്പോൾ ഇസ്മി സഫ്വാനുൻ, ഇസ്മി എൻ്റെ പേര് സഫ്വാനുൻ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം, ഇസ്മി നിൻ്റെ പേരെന്താണ്, എൻ്റെ പേര് ഇതാണ് എന്നല്ല പറയണ്ടേ. അപ്പോൾ ഇസ്മി എൻ്റെ പേര് സഫ്വാനുൻ, സഫ്വാനാണ്. ഇനി നിങ്ങൾക്ക് അവിടെ വേറെ എന്തെങ്കിലും പറയാം, ഇസ്മി ജാബിറുൻ എൻ്റെ പേര് ജാബിറാണ്, ഇസ്മി ഫാത്തിമ എൻ്റെ പേര് ഫാത്തിമയാണ്, ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. പിന്നെ എന്താ ചോദിച്ചേ, മാസ ഫീ എദിക്ക, മാസ എന്താണ്, ഫീ എദിക്ക നിൻ്റെ കയ്യിൽ. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്, യദുൻ കൈയാണെന്ന് നമുക്കറിയാം അല്ലേ, യദുൻ കൈയാണ്. യദീ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലൊരു യാ ചേർത്ത് കൊടുക്കുമ്പോൾ യദീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയാണ്. അപ്പോൾ യദിക്ക ക ലാസ്റ്റ് ആകുമ്പോൾ നിൻ്റെ എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ ഫീ യദിക്ക നിൻ്റെ കയ്യിൽ എന്താണ്. അപ്പോൾ ആൻസർ എങ്ങനെ പറയുന്നത്, ഫീ യദീ. ഞാൻ പറഞ്ഞു അല്ലേ, ലാസ്റ്റിൽ യാ ചേർക്കുമ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥമായിട്ട് വരും. അപ്പോൾ ഫീ യദീ എൻ്റെ കയ്യിൽ, കിതാബി ഫീ യദീ കിതാബു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പുസ്തകമാണ്. പക്ഷെ കിതാബുൻ കഴിഞ്ഞിട്ടും ലാസ്റ്റ് ആ ചേർത്തുകൊണ്ട് കിതാബീന്നായി. അപ്പൊ എൻ്റെ പുസ്തകം എന്നാണ് പറയാ കേട്ടോ. കിതാബീ എന്ന് പറയുമ്പോൾ എൻ്റെ പുസ്തകം, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ഫീ യദീ എൻ്റെ കയ്യിലെ, കിതാബി എൻ്റെ പുസ്തകമാണ്. അപ്പൊ ഫീ യദീ കലമീ എൻ്റെ കയ്യിൽ എൻ്റെ പേനയാണ്. ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? സിമ്പിളാണല്ലേ. എന്താണ് മാ ഇസ്മുക നിൻ്റെ പേരെന്താണ്, ഇസ്മി സഫ്വാനുൻ എൻ്റെ പേരെന്താണ് സഫ്വാനാണ്, മാസ എന്താണ്, ഫീ യദിക്ക, ഫീ യദിക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ, ക എന്ന് വന്നപ്പോൾ ക കീ വരും കേട്ടോ. ഫീ യദിക്ക നിൻ്റെ കയ്യിൽ എന്താണ്. അപ്പോൾ ആൻസർ എങ്ങനെ പറയുന്നത്, ഫീ യദീ എൻ്റെ കയ്യിൽ എന്താണ്, കിതാബി എൻ്റെ പുസ്തകമാണ്. ഇവിടെ എങ്ങനെ ഫീ യദീ എൻ്റെ കയ്യിൽ, കലമി എൻ്റെ പേനയാണ്, ഫീ യദീ എൻ്റെ കയ്യിൽ എന്താണ്, ഹഖീബത്തി എൻ്റെ ബാഗാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ അങ്ങനെ മാറ്റി പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ലിസാനിൽ വരുന്ന ഈ 4 പാഠങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് കുട്ടികൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാം. നല്ല മാർക്ക് വാങ്ങിക്കാനും പഠിച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ അല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത പോർഷനിലോട്ട് പോവാട്ടോ. നോക്കി എന്താണ് അടുത്ത ഭാഗത്ത് നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഹൽ ഐന്ദക ദറാജത്തുൻ. എന്താണ് ഹൽ ഉണ്ടോ, ഐന്ദക ക വന്നു അല്ലേ, നിൻ്റെ. ഇന്താന്ന് പറഞ്ഞാൽ അടുക്കൽ എന്നാണ്. ഐന്തി എൻ്റെ അടുക്കൽ, ഐന്ദക നിൻ്റെ അടുക്കൽ. ഐന്താന്ന് പറഞ്ഞാൽ അടുക്കൽ, ഐന്തി എൻ്റെ അടുക്കൽ, ഐന്ദക നിൻ്റെ അടുക്കൽ, ദറാജത്തുൻ എന്താണ് സൈക്കിൾ ഉണ്ടോ. ഹൽ ഐന്ദക ഹൽ ഉണ്ടോ, ഐന്ദക നിന്റെ പക്കൽ, ദറാജത്തുൻ സൈക്കിൾ ഉണ്ടോ. അപ്പോൾ എന്താ ആൻസർ പറയാൻ നോക്കിയേ, ലാ. ലാ എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ല. ലൈസ ഐന്ദി ദറാജത്തുൻ, ലൈസ ഐന്ദി ദറാജത്തുൻ എൻ്റെ അടുത്ത്, ഇന്ദി എൻ്റെ അടുക്കൽ,
ലൈസ ഇല്ല, ഐന്ദി എൻ്റെ അടുക്കൽ ദറാജത്തുൻ സൈക്കിൾ. അപ്പോൾ ലൈസ ഐന്ദി ദറാജത്തുൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ സൈക്കിളില്ല. നോക്കി നെക്സ്റ്റ് കൈഫ ഹാലുക്കി. കൈഫ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ. ഹാലുക്കി ഹാൽ കൈഫ ഹാൽ നമ്മൾ ചോദിക്കാറില്ലേ? കൈഫ ഹാൽ സൈൻ അൽഹംദുലില്ലാ. കൈഫ ഹാൽ എന്താണ് നിന്റെ വിശേഷം? റാഹത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ സൈൻ അൽഹംദുലില്ലാ എന്ന് പറയാനായിട്ടുണ്ട്. അപ്പോൾ കൈഫ എങ്ങനെ, ഹാലുക്കി ഹാലുക്ക ഹാലുക്കി നിന്റെ വിശേഷം. കണ്ടോ ക കീ എന്ന് വരുമ്പോൾ നിൻ്റെതായിട്ട് മാറിയില്ലേ? കൈഫ ഹാലുക്കി നിന്റെ വിശേഷം എന്താണ്? അപ്പം എന്താണ്? അൽഹംദുലില്ലാ അന ബിഖൈർ. അൽഹംദുലില്ലാ അല്ലാഹുവിന് സ്തുതി, ബിഖൈർ എനിക്ക് സുഖമാണ്. മൻ മഅക മൻ ആര്, മൻ ആര്, മഅ കൂടെ, മഈ എൻ്റെ കൂടെ, മഅക നിന്റെ കൂടെ. എന്താണ്? മൻ മഅക നിന്റെ കൂടെ ആരെയാണ്? മഈ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ, മഅക നിന്റെ കൂടെ. അപ്പോൾ ആൻസർ പറയാൻ നോക്കിയേ. മഈ എൻ്റെ കൂടെ, അഖീ എൻ്റെ സഹോദരനാണ്, കബീറൻ മൂത്ത വലിയ സഹോദരനാണ്. മഈ എൻ്റെ കൂടെ, അഖീ എൻ്റെ സഹോദരനാണ്. ഏത് സഹോദരനാണ്? കബീറൻ അതായത് വലിയ സഹോദരനാണ്, മൂത്ത സഹോദരനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കാ ആണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ലാസ്റ്റിൽ യാ ആണോ വന്നിട്ടുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ മഅക കീ എന്നൊക്കെ വരുമ്പോൾ നിന്റെ എന്നുള്ള അർത്ഥം വരും. ലാസ്റ്റിൽ യാ ചേർത്തിട്ട് മഈ കിതാബി കലമി ഹക്കീബത്തി ഇങ്ങനെ ലാസ്റ്റിൽ യാ ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്തതായിട്ട് വരുന്നത് ഐന മദ്രസതുക്കി. ഐന എവിടെ, മദ്രസതുക്കി അവിടെ നിന്റെ മദ്രസ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. മദ്രസത്തി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മദ്രസ, മദ്രസത്തുൻ എന്നാലും മദ്രസ എന്നുള്ളൂ, പക്ഷെ മദ്രസത്തി എൻ്റെ മദ്രസ. മദ്രസതുക്കി മദ്രസത്തുക്ക എന്താണ് പറഞ്ഞാലും മദ്രസത്തുക്കി എന്ന് പറഞ്ഞാലും നിന്റെ എന്നാണ് അർത്ഥം കേട്ടോ. അയിന മദ്രസത്തുക്കി നിന്റെ മദ്രസ എവിടെയാണ്? അപ്പോൾ എൻ്റെ മദ്രസ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആൻസർ പറയേണ്ടത്. അപ്പോൾ മദ്രസത്തി എൻ്റെ മദ്രസ, ഫിൽ മദീനത്തി. ഫിൽ മദീനത്തി പറഞ്ഞാൽ എന്താണ്? നഗരത്തിലാണ്. ഇനി നമ്മൾ അവിടെ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. മദ്രസത്തി എൻ്റെ മദ്രസ, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. അങ്ങനെയും പറയാം. എങ്ങനെയാ? മദ്രസത്തി എൻ്റെ മദ്രസ, ഫിൽ മദീനത്തി എന്ന് പറഞ്ഞാൽ പട്ടണത്തിലാണ്, നഗരത്തിലാണ്. മദ്രസത്തി മദ്രസ എൻ്റെ മദ്രസ, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലാണ്. അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ പിന്നെ നെക്സ്റ്റ് നോക്കി. ഹൽ തുഹിബ്ബു നിനക്കിഷ്ടമാണോ, ഖിറാഅത്ത് വായിക്കാൻ ഇഷ്ടമാണോ? ഹൽ ഉണ്ടോ, തുഹിബ്ബു ഇഷ്ടമുണ്ടോ, ഖിറാഅത്ത് വായന ഇഷ്ടമാണോ? അപ്പം എന്താ ആൻസർ വരുന്നത്? നഅം അതെ. ഉഹിബ്ബുൽ ഖിറാഅത്ത ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഖിറാഅത്ത എന്താണ്? വായന ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഖിറാഅത്ത വായന ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ ഇത് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ? അവിടെ എക്സാമ്പിൾ എഴുതാനായിട്ട് നമ്മൾ കള്ളി സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെ. അതുപോലെ ഇതുപോലെയുള്ള എക്സാമുകൾ നമ്മൾ ഇസ്മി ആദിലുൻ, ഫി യദി കലമി എൻ്റെ കയ്യിൽ എൻ്റെ പേനയുണ്ട്, മദ്രസത്തി എൻ്റെ മദ്രസ, ഫിൽ ഖറിയത്തി ഇതൊക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നതാണ്. ഇതുപോലുള്ള എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്കിനെ പറഞ്ഞു നോക്കാം. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വരുത്താൻ പറ്റും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായിട്ട് കേട്ടോ നഖ്താറു വനുകല്ലിമു എന്താണ്? തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതിൽ തിരഞ്ഞെടുത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? മാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്. മൻ ആര്, മാസ മാ എന്ത്, മൻ ആര്, മാസ എന്താണ്. ബ്രാക്കറ്റിൽ ഇതാ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? യൽഅബു എന്നാണ് കൊടുത്തത്. യൽഅബു ബിൽ ഖുറത്തി. യൽഅബു കളിക്കാം, ബിൽ ഖുറത്തി പന്ത് കൊണ്ട് കളിക്കുന്നത്. യൽഅബു ബിൽ ഖുറത്തി പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പോൾ ഇവിടെ പന്ത് കൊണ്ട് കളിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ചോദ്യം ഉണ്ടാക്കാൻ പറ്റുക? എന്ത് ക്വസ്റ്റ്യൻ നമുക്കവിടെ ചോദിക്കാൻ പറ്റുക? പന്ത് കൊണ്ട് കളിക്കുന്നു. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് കളിക്കണമെന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്തുകൊണ്ടാണ് കളിക്കണമെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് എന്തുകൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ അവിടെ ഉണ്ടല്ലേ. പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പോൾ എന്തെന്ന് ചോദിക്കാൻ പറ്റില്ല. ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് നമുക്ക് ചോദിക്കാൻ പറ്റൂലേ. ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് ആര് എന്നുള്ളതിൻ്റെ മൻ എന്ന് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ. തുഹിബ്ബു സബാഹത്ത, സിബാഹ് എന്നൊക്കെ പറയും കേട്ടോ. തുഹിബ്ബു സബാഹത്ത എന്താണ്?
നീന്തൽ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. നീന്തൽ ഇഷ്ടമുണ്ടോ? അപ്പോൾ നമ്മൾ മാ എന്താണ് നീന്തൽ ഇഷ്ടം എന്നാണ്. അപ്പോൾ നീന്തൽ ഇഷ്ടം എന്താണ് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ഒഹിബു അവിടെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിനക്ക് നീന്തൽ ഇഷ്ടമുണ്ടോ, ഇഷ്ടമാണോ എന്നല്ല ചോദിക്കണ്ടേ. അപ്പോൾ ഉണ്ടോ എന്നുള്ളതിന് ഹൽ എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ്. അപ്പോൾ ഹൽ എന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഹൽ തുഹിബു സബാഹത്ത, എനിക്ക് നീന്തൽ ഇഷ്ടമുണ്ടോ. അപ്പോൾ ഹൽ എന്നാണിത്. എക്സാമിന് എന്തായാലും വരും കേട്ടോ മക്കളെ. അപ്പോൾ നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബൈത്തുക്ക എന്നുണ്ട് അല്ലേ. എന്താ ബൈത്തുക്ക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്നാണ് അല്ലേ. ബൈത്തുക്ക നിൻ്റെ വീട്, ബൈത്തുക്ക നിൻ്റെ വീട്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട്? ഹൽ ഉണ്ട്, മൻ ഉണ്ട്, ഐന ഉണ്ട്. ഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടോ എന്നാണ് അർത്ഥം വരുന്നത്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. ഐന എന്ന് പറഞ്ഞാൽ എവിടെയാണ്. അപ്പം നിൻ്റെ വീട് ഉണ്ടോ എന്ന് ചോദിക്കൂല, നിൻ്റെ വീട് ആരെന്ന് ചോദിക്കൂല, നിൻ്റെ വീട് എവിടെ എന്നല്ല ചോദിക്കുക നമ്മൾ അല്ലേ. അപ്പം നിൻ്റെ വീട് എവിടെ എന്നുള്ളതിനെ നമ്മൾ എന്താണ്, എവിടെ എന്നുള്ളതിന് എന്താ ഏതാ കൊടുക്കണ്ടേ? ഹൽ എന്നാണോ അതോ മൻ എന്നാണോ ഐന എന്നാണോ? ഐനയാണ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഐന എന്നാണ് അവിടെ കൊടുക്കണ്ടേ. അപ്പോൾ ബൈത്തുക്ക നിൻ്റെ വീട് ഐന, ഐന എന്നാണ് കൊടുക്കണ്ടേ അല്ലേ. ഐന ബൈത്തുക്ക നിൻ്റെ വീട് എവിടെയാണ്. പിന്നെ നോക്കിയേ ഫിൽ ഹക്കീബത്തി, ഫിൽ ഹക്കീബത്തി എൻ്റെ ബാഗിൽ. പക്ഷെ അവിടെ എന്താ നമ്മൾ ചേർത്ത് കൊടുക്കുക? ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഫിൽ ഹക്കീബത്തി എന്നുണ്ട്, പക്ഷേ ഫസ്റ്റിൽ അവിടെ ബ്ലാങ്ക് ആണ്. അവിടെ എന്താ ചേർത്ത് കൊടുക്കുക? ഐന എന്ന് പറഞ്ഞാൽ എന്ത് ബ്രാക്കറ്റിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, മാസ എന്ന് ചോദിച്ചാൽ എന്താണ്, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഉള്ളിൽ, ഇൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ എന്താണ് എവിടെ നിൻ്റെ ബാഗ് എന്ന് ചോദിക്കുമോ? എവിടെ നിൻ്റെ ബാഗിൽ നിന്ന് ചോദിക്കുമോ? ഇല്ല. എന്താണ് നിൻ്റെ ബാഗിൽ നിന്ന് ചോദിക്കുമോ? ഫീ. ഓക്കെ, അപ്പോൾ മാസ അല്ലേ, മാസ. അപ്പം നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണ്? മാസ എന്താണ് നിൻ്റെ ബാഗിലുള്ളത്. മാസ ഫിൽ ഹഖീബത്തി എന്താണ് നിൻ്റെ ബാഗിലുള്ളത്. അപ്പോൾ മാ എന്ന് വെച്ചാൽ മൻ, കൈഫ, മൻ ആര് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നത് തെസ്ഹബു ഇല സൂഖി. എന്താ തെസ്ഹബു? സഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് കേട്ടോ. തെസ്ഹബു പോകുക, ഇല സൂഖി അങ്ങാടിയിലോട്ട്. തെസ്ഹബു ഇല സൂഖി അങ്ങാടിയിലോട്ട് പോവുക. സൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങാടി. തെസ്ഹബു ഇല സൂഖി അങ്ങാടിയിലോട്ട് പോവുക. അപ്പോൾ ചോദിക്കുകയാണേ എന്താണ് അങ്ങാടിയിലോട്ട് പോകുന്നത് ചോദിക്കുമോ? മാസ എന്ന് പറഞ്ഞാൽ എന്താണ്, പക്ഷെ ചോദിക്കുമോ? ഇല്ല. ഫി അങ്ങാടിയിലേക്ക് ഇൽ എന്ന് പറയോ? ഇല്ല. കൈഫ എങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് നീ അങ്ങാടിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ അങ്ങാടിയിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ കൈഫാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലേ. പിന്നെ ഇസ്മു അബീക്ക. ഇസ്മു എന്ന് പറഞ്ഞാൽ പേരാണ്. അബീക്ക നിൻ്റെ ഉപ്പയുടെ, ക അല്ലേ ലാസ്റ്റ്. അബീ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പ, അബീക്ക നിൻ്റെ ഉപ്പ. ഇസ്മു അബീക്ക നിൻ്റെ ഉപ്പയുടെ പേര്. എന്താ ചോദിക്കണേ? നിൻ്റെ ഉപ്പയുടെ പേര് മാ എന്താണ്, മൻ ആരാണ്, ഐന എവിടെയാണ്, ഏതാ വരിക? നിൻ്റെ ഉപ്പയുടെ പേര് എന്താണ് എന്നല്ലേ വരുള്ളൂ, അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. അപ്പോൾ മാ ഇസ്മു അബീക്ക നിൻ്റെ ഉപ്പയുടെ പേരെന്താണ്. സിമ്പിൾ അല്ലേ. അടുത്തതായിട്ട് വരുന്നത് മാസ ബൈ. അതിൻ്റെ അപ്പുറത്തെ കള്ളിയിലുണ്ട് ബൈത്തുക്കും, താഴെ മാന്നുണ്ട്, ഉസ്താദുക്കാന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടുത്ത സൈഡിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞത്. കൈഫുണ്ട്, അതിൻ്റെ നേരെ തെക്തുബു എന്നാണ്. ഐന എന്നുണ്ട്, അതിൻ്റെ നേരെ ഇസ്മുക്കാന്നുണ്ട്. മൻ എന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഹാലുക്കി ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഒരു ഭാഗത്ത് നിന്നതിൽ നിന്നും അതിന് മാച്ചായിട്ടുള്ള അപ്പുറത്തെ കള്ളിയിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, മാസ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കേട്ടോ. മാസ എന്നുള്ളതിന് എന്താണ്. അപ്പോൾ എന്താണ് മാസ തെക്തുബു, നീ എന്താണ് എഴുതുന്നത്. പിന്നെ മാന്നുണ്ട് അല്ലേ. അടുത്ത ബോക്സ് നോക്കി, മാ എന്ത്. അവിടെ അപ്പുറത്ത് ഉസ്താദുക്കാന്നാണ്, പക്ഷെ ഉസ്താദുക്കാന്ന് പറ്റില്ല അല്ലേ. മാ ഇസ്മുക്ക നിൻ്റെ പേരെന്താണ് എന്നാണ് കേട്ടോ. മാ ഇസ്മുക്ക നിൻ്റെ പേരെന്താണ്. പിന്നെ കൈഫ എങ്ങനെ. കൈഫ എന്നുണ്ടെങ്കിൽ അവിടെ താഴെ ഏറ്റവും താഴെ ഹാലുക്കി എന്നുണ്ട് അല്ലേ. കൈഫ ഹാലുക്കി എന്താണ് നിൻ്റെ വിശേഷം. പിന്നെ ഐന എന്ന് കൊടുത്തിട്ടുണ്ട്, എവിടെ. ഐന എവിടെ എന്നാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നെക്സ്റ്റ് ഫസ്റ്റിൽ വിട്ടിട്ടുണ്ടായിരുന്നു ബൈത്തുക്കും. ഐന ബൈത്തുക്കും, ബൈത്തുക്കും. ബൈത്തുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്, ബൈത്തുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട് തന്നെ, ബൈത്തി എൻ്റെ വീട്. പക്ഷെ ഇവിടെ ബൈത്തുക്കും, ബൈത്തുക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട് ജമായി. ബൈത്തുക്കും ഐന ബൈത്തുക്കും നിങ്ങളുടെ വീട് ഇവിടെ. നെക്സ്റ്റ് നോക്കിയേ മൻ എന്നല്ലേ. മൻ ആര് എന്നാണ്. ഉസ്താദുക്ക, ഉസ്താദുക്ക എന്നാണ് നിൻ്റെ ഉസ്താദ്. ഉസ്താദി എൻ്റെ ഉസ്താദ്, ഉസ്താദുക്ക നിൻ്റെ ഉസ്താദ്. മൻ ഉസ്താദുക്ക നിൻ്റെ ഉസ്താദ് ആരാണ്.
അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നഖറഉ വനസ്അലു കമാ ഫി മിസാൽ. എന്താണ്? ഉദാഹരണത്തുള്ളതുപോലെ നമുക്ക് വായിക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്യാം എന്നാണ് പറയണത്. അപ്പോൾ യഖറഉ സാലിമുൽ ഖുർആന, യഖറഉ സാലിമുൻ ഖുർആന, യഖറഉ ഓതുന്നു, സാലിമുൻ സാലിമ്, ഖുർആന ഖുർആൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ആരാണ് ഖുർആൻ ഓതുന്നതെന്ന് ചോദിക്കാം അല്ലേ? ആരാണ്? അവിടെ കർത്താവ് ഉള്ളതുകൊണ്ട് നമുക്ക് ആരാണ് ചോദിക്കുക. അപ്പോൾ മൻ യഖറഉൽ ഖുർആനു, മൻ യഖറഉൽ ഖുർആനു, ആരാണ് ഖുർആൻ ഓതുന്നത്. നെക്സ്റ്റ് നോക്കിയേ, നഅം അതെ, സമിഅതുൽ അസാന, സമിഅതു ഞാൻ കേട്ടു, അസാന ബാങ്ക്. നഅം അതെ, സമിഅതുൽ അസാന, സമിഅതു ഞാൻ കേട്ടു, അസാന ബാങ്ക്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ ചോദിക്കുക? ബാങ്ക് നീ കേട്ടിട്ടുണ്ടോ അല്ലേ? ചോദിച്ചു. ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൽ അല്ലേ? ഹൽ സെമിഅത്ത, സെമിഅത്ത കേൾക്കുക എന്നല്ലേ? ഹൽ സെമിഅത്ത നീ കേട്ടിട്ടുണ്ടോ അസാന ബാങ്ക്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഹൽ സെമിഅത്തൽ അസാന, നീ ബാങ്ക് കേട്ടിട്ടുണ്ടോ. അടുത്തതായിട്ട് വരുന്നത് ഹഖീബത്തി, ഹഖീബത്തി എന്ന് പറഞ്ഞാൽ ബാഗാണ് അല്ലേ? ഹഖീബത്തി എൻ്റെ ബാഗ്, അല തോവിലെത്തി, അല എന്ന് പറഞ്ഞാൽ മുകളിൽ, മേൽ, തോവിലെത്തി മേശ. അപ്പോൾ ഹഖീബത്തി എൻ്റെ ബാഗ്, അല തോവിലെത്തി മേശമേലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോദിക്കുക എവിടെയാണ് ബാഗ് അല്ലേ? എവിടെയാണ് ബാഗ് എന്ന് ചോദിക്കുക. അപ്പോൾ ഐന എവിടെ, ഹക്കീബത്തുൻ ബാഗാണെന്ന് അറിയാം അല്ലേ? ഹക്കീബത്തി എൻ്റെ ബാഗാണ്, പക്ഷേ നിൻ്റെ ബാഗ് എവിടെയാണെന്നല്ല നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ ഹക്കീബത്തുക്ക, ഹക്കീബത്തുക്ക നിൻ്റെ ബാഗ് എവിടെയാണ്. നെക്സ്റ്റ് നോക്കിയേ, യൽഅബു സാലിമു ബി കുറത്തി, യൽഅബു കളിക്കുന്നു, സാലിമുൻ സാലിമ് ബിൽ കുറത്തി പന്ത് കൊണ്ട്. അപ്പോൾ എന്താണ് അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ? സാലിമ് എന്തുകൊണ്ടാണ് കളിക്കുന്നത് ചോദിക്കുക, അതുപോലെ ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നതെന്ന് ചോദിക്കുക. രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ? അപ്പോൾ ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത്? മൻ ആര്, യൽഅബു ബിൽ കുറത്തി, മൻ യൽഅബു ബിൽ കുറത്തി ആരാണ് പന്ത് കൊണ്ട് കളിക്കുന്നത് അല്ലേ? പിന്നെ സാലിമ് എന്തുകൊണ്ടാണ് കളിക്കുന്നത്, ആ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ പറ്റൂല്ലേ? ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്തായിട്ട് വരുന്നത് നോക്കി, അൽഹംദുലില്ലാ അന ബിഖൈർ, അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ സ്തുതി, അന ബിഖൈർ എനിക്ക് സുഖമാണ്. അപ്പോൾ അവിടെ ചോദിക്കാം നിനക്ക് എങ്ങനെയുണ്ട്, എന്താണ് നിൻ്റെ വിശേഷം അല്ലേ? അങ്ങനെ ചോദിച്ചൂടെ? അപ്പോൾ കൈഫ ഹാലുക്ക, കൈഫ ഹാൽ എന്താണ് വിശേഷം, കൈഫ ഹാലുക്ക നിൻ്റെ വിശേഷം എന്താണ്. നെക്സ്റ്റ് നോക്കിയേ, ഇസ്മീ എൻ്റെ പേര്, ഖദീജ ഖദീജയാണ്, ഇസ്മീ ഖദീജ എൻ്റെ പേര് ഖദീജയാണ്. അപ്പോൾ ചോദിക്കുക നിൻ്റെ പേരെന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റൂല്ലേ? മാ ഇസ്മുക്ക, മാ ഇസ്മുക്ക ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇവിടെ ആൻസറിൽ കൊടുത്തത് ഇസ്മീ എൻ്റെ പേര് എന്നാണ് കേട്ടോ. ഇസ്മീ എൻ്റെ പേര് ഖദീജ, ഖദീജയാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണം എങ്ങനെയാണ്? മാ എന്താണ്, ഇസ്മുഖ നിൻ്റെ പേരെന്താണ്, അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. പിന്നെ ലാ ഇല്ല, ലൈസ ഐന്ദി ജവാലുൻ, ഐന്ദി എൻ്റെ അടുക്കൽ ജവാലുൻ മൊബൈൽ, ലാ ഇല്ല ലൈസ ഐന്ദി എൻ്റെ അടുക്കൽ ഇല്ല, ജവാലുൻ മൊബൈൽ ഫോൺ ഇല്ല. അപ്പോൾ നിൻ്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും. എന്താ ഉണ്ടോ എന്നുള്ളതിന് എന്താ ഹൽ അല്ലേ? ഐന്ദക നിൻ്റെ അടുക്കൽ, ഐന്ദക ക അല്ലേ? ഐന്ദി എൻ്റെ അടുക്കൽ, ഐന്ദക നിൻ്റെ അടുക്കൽ, ജവാലുൻ മൊബൈൽ ഫോൺ, ഹൽ ഐന്ദക ജവാലുൻ നിൻ്റെ അടുക്കൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് നമുക്കവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. കൈഫ, മ, മൻ, ല ഇതുപോലുള്ള ഇസ്തിഫാമുകൾ എവിടേക്ക് നമ്മൾ കൊടുക്കണം, എവിടേക്ക് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന ഈ ഒരു ഖുർആനിലെ ആയത്തുകളിൽ വരുന്ന ഈ ഒരു ഖുർആൻ്റെ ആയത്തുകളിൽ വരുന്ന ഇസ്തിഫാമിൻ്റെ എന്താണ് അടയാളങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. യസ് അലൂനക മാസ യുൻഫിഖൂന, അവിടെ മാസ എന്നാണ് ഇസ്തിഫാമിൻ്റെ അടയാളം. പിന്നെ ഐന ഷുറക ഉഹും, ഐനയാണ് അവിടെ. വമാ അജ്റാക മാൽ ഖുതമ, മാ ആണ് അവിടുത്തെ ഇസ്തിഫാമിൻ്റെ അടയാളം എന്ന് പറയുന്നത്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, അവിടെ കൈഫയാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, അവിടെ ഹൽ ആണ് ഇസ്തിഫാമിൻ്റെ അടയാളമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആയത്തുകൾ കൊടുത്തിട്ട് അതിന് ഇസ്തിഫാമിൻ്റെ എന്താണ്
അടയാളങ്ങളിൽ കണ്ടെത്താൻ പറയും ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ ഈ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിലാണ് ഇൻഷാ അള്ളാ ഇനി നമ്മൾ ഓരോ എക്സാമിന് വരുന്ന, അപ്പോൾ താരീഖിൽ നമുക്ക് 6 പാഠം വരുന്നുണ്ട്, ഫിഖിൽ 6 പാഠം വരുന്നുണ്ട്, ദുറൂസിലും ലിസാനിലും അഖീദയിലൊക്കെ നമുക്ക് 4 പാഠം ഇതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിവിഷൻ എന്ന രീതിയിൽ അവിടെ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എന്തൊക്കെ എന്നുള്ളതൊക്കെ ഇൻഷാ അള്ളാ നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൾ ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.